ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പലർക്കും ഇത് തയ്യാറാക്കി എടുക്കാൻ അറിയാം, എന്നാൽ പോലും ചിലർക്ക് ഇത് നല്ല പെർഫെക്ഷനോടെ തയ്യാറാക്കി എടുക്കാൻ അറിയില്ല. ഇത് നമ്മൾ കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് ഈ ഒരു ഗോതമ്പ് ദോശ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, വീഡിയോ കാണാം. അതിനായിട്ട് നമുക്കൊരു 2 കപ്പ് ഗോതമ്പ് എടുക്കുക. അത് നമുക്കൊരു അല്പം വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ദോശ നന്നായിട്ട് വരിക. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒട്ടും തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു പാനിലും ഒട്ടും തന്നെ വെളിച്ചെണ്ണ ഉണ്ടാവരുത്. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല അടിപൊളി ദോശയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അതിനായിട്ടൊരു പാന് മാറ്റി വെക്കാറാണ് ചെയ്യൽ. നിങ്ങളും അതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ദോശ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഈ ഒരു അളവിൽ 12 ദോശയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഒരു 2-3 പേർക്കെല്ലാം കഴിക്കാം. അപ്പോൾ അത്രയും നല്ല സോഫ്റ്റാണ്. നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം, നല്ല ഈസി ആയിട്ട് തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.